ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ വീണ്ടും പെട്ടിയും കടക്കൊക്കെ എടുത്തുകൊണ്ട് കൊല്ലത്തേട്ട് പോവുകയാണ് 3 ദിവസത്തേക്ക്. പക്ഷേ ബാഗ് കണ്ട് പേടിക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങളത് എത്താറായി. അങ്ങ് പള്ളിപ്പുറം എത്തിയപ്പോൾ ചായയും വടയും കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു കടയിൽ ഇറങ്ങി ചായയും വടയും കഴിക്കുകയാണ്. വാവുട്ടിക്ക് അത്യാവശ്യം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അവൾ മുട്ട ബജി കഴിച്ചു. ഒരു ഗ്ലാസ് പാലും ഒക്കെ മേടിച്ചു കൊടുത്തു. പാലും ഒക്കെ കുടിച്ചു. ഞങ്ങളിത് ചട്നി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ വഴിയോര കടയാണ്, പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു. ചൂട് ബജ്ജി ആയാലും ഉഴുന്നുവടയിലും ചൂട്. ഞങ്ങളിതേ നൈറ്റ് കപ്പിൾ ഗോൾസ് അടിക്കാൻ പോയതാണ് പൊഴിക്കര ബീച്ചിൽ, പരവൂർ പൊഴിക്കര ബീച്ചിൽ. ഞങ്ങൾ രണ്ടുകൂടി കുറച്ച് നേരം പോയി അവിടെ ഇരുന്നു. മോള് മാമിയുടെ അടുത്ത് നിൽക്കുമായിരുന്നു. പോയിട്ട് വന്നതിന് ശേഷം ദേ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഫോണിൽ ഡിസൈൻ വെച്ചാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നതെങ്കിലും ഫോണിലെ ഡിസൈൻ ഏതോ ഞാൻ വരയ്ക്കുന്നത് ഏതോ എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഈ കലാവിരുദ്ധനോട് വലിയ താല്പര്യം എൻ്റെ ഉള്ളിലില്ലാത്തത് കൊണ്ടിട്ടായിരിക്കാം വരച്ചു വന്നപ്പോൾ അത് എന്തൊക്കെ ആയി. ഡിസൈൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള കലാപരമായ കഴിവ് എനിക്ക് കുറവാണ്. ഒരു ഡിസൈനും വരത്തില്ല. ഫോൺ എടുത്ത് വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ വരച്ചു കൊടുത്തു. കൊച്ചായതുകൊണ്ട് അടിച്ചില്ല, ഭാഗ്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം വെപ്രാളപ്പെട്ട് ഒരുങ്ങി എടുത്തൊക്കെയാണ് പോയത്. ഞാൻ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് റിസപ്ഷൻ്റെ വീഡിയോസാണ്. വാവുട്ടി ഭയങ്കര ഡാൻസ് കളിയായിരുന്നു അവിടെ കിടന്നിട്ട്. ലാസ്റ്റ് DJ പാർട്ടിയാണ് കേട്ടോ ഇത്. അയ്യോ, എല്ലാവരും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാവുട്ടി പിന്നെ ഇത് വീഴുന്ന അടുത്തോട്ടേക്ക്, അതായത് ആ ഒരു പത വീഴുന്ന അടുത്തോട്ടേക്ക് പോയില്ല. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. പത വീണ് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് വീട്ടിൽ പോയത്. എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഞ്ചലായിരുന്നു പെണ്ണിൻ്റെ വീട്. അപ്പോൾ രാവിലെ പോകണമായിരുന്നു. അപ്പോൾ അതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമായിരുന്നില്ല, എനിക്ക് വേറെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ശനിയാഴ്ച നൈറ്റ് അവിടെ ചെന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കല്യാണം സെയിം ഡേ ആയതുകൊണ്ട് ഞാൻ റിസപ്ഷന് പോയി. നേരെ ചെന്ന് അവിടെ പരവൂർ ചെന്നതിന് ശേഷമാണ് ത്രെഡൊക്കെ ചെയ്ത് മോളുടെ മുടിയും ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഫ്രണ്ട് എപ്പോഴും ഡോറ കട്ടാണ് വെട്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പം ഫ്രണ്ട് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ കല്യാണത്തിന് പോയി. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് പിറ്റേന്ന് കുടുംബ വീട്ടിൽ പോയിട്ട് പിറ്റേന്നാണ് ഞങ്ങൾ അഞ്ചൽ കല്യാണത്തിന് പോയത്. അങ്ങനെ കല്യാണമൊക്കെ കൂടി. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്ത് പോകുന്ന ദിവസം 3 ദിവസമാണ് പോയതെങ്കിലും ദിവസം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കളെയൊക്കെ കാണുന്ന ടൈമിൽ ഉണ്ടാകുന്നൊരു സന്തോഷം കൊണ്ട് നമുക്ക് സമയം പോകണതേ അറിയത്തില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് വാവുട്ടിയെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ അവിടെ നിന്ന് തൂക്കിയെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ കോവിലിൽ ഉത്സവമായിരുന്നു, അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഉത്സവത്തിൻ്റെ ലൈറ്റൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, കാരണം ഞങ്ങൾ തിങ്കളാഴ്ച നൈറ്റ് വരെ നിൽക്കുന്നില്ല. അതുകൊണ്ടിട്ട് തിങ്കളാഴ്ചയാണ് അവിടുത്തെ ലാസ്റ്റ് ദിവസം. അങ്ങനെ പിന്നെ എൻ്റെ ഈ ഒരു ഷോ ഓഫ് മുഖ്യമാണ് ബിഗിലെ, അതുകൊണ്ട് നടക്കണമല്ലോ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ലൈറ്റ് കഴിഞ്ഞ വർഷമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എന്തായാലും 2 കല്യാണം, ഒരു ഉത്സവം, പിന്നെ കോടതിയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തിങ്കളാഴ്ച. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു വെടിക്ക് 4 പക്ഷി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉത്സവവും കാണാൻ പറ്റി. അവസാനത്തെ ദിവസത്തെ പരിപാടികളൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും ഉത്സവവും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. കല്യാണം രണ്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത കല്യാണങ്ങളായിരുന്നു. 2നും പോകാൻ പറ്റി. ഒന്ന് തലേ ദിവസം പോയി, ഒന്ന് കല്യാണത്തിൻ്റെ അന്നും പോയി. അങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ഞങ്ങളിതേ വീട്ടിലോട്ട് പോവുകയാണ്. പരവൂർ പൊഴിക്കര ദേവി ക്ഷേത്രം ആണ് ഞങ്ങളുടെ ഉത്സവം നടക്കുന്നത്. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബ വീടാണ്. ഞങ്ങൾ ലൈറ്റൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് കൊല്ലൻ്റീരിയം ശ്രീ മാടസ്വാമി ക്ഷേത്രം. ആ ആർച്ച് കയറി പോകുമ്പോൾ ഉള്ളതെല്ലാം ഞങ്ങളെ ബന്ധുക്കൾ തന്നെയാണ് അവിടെ. അതാണ് കൊല്ലൻ്റീരിയം ശ്രീ മാടസ്വാമി ക്ഷേത്രമാണ് ഞങ്ങളെ കുടുംബക്ഷേത്രം. അങ്ങനെ ആ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബ വീട്. ഇവിടെ ഇപ്പോൾ മാമിയും ചേട്ടനുമാണ് താമസം. ചേച്ചി കല്യാണം കഴിച്ചു. ചേച്ചി വന്നിട്ടുണ്ട്, ഉത്സവമൊക്കെ ആയതുകൊണ്ട്. ഉത്സവവും കല്യാണമൊക്കെ ആയിട്ട് ചേച്ചിയും വന്നിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാനും ചേച്ചിയും പിള്ളേരും കൂടെ കോവിലിൽ പോയി രാവിലെ തൊഴാൻ വേണ്ടിയിട്ട്. പൊങ്കാല ഉണ്ടായിരുന്നു അന്ന്, അപ്പം അങ്ങനെ തൊഴാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിയുടെ മൂത്ത മോനും അത് ഇളയ മോളും, പിന്നെ അതെൻ്റെ കാന്താരിയും.
അങ്ങനെ ശിവു, കാശിക്കുട്ടൻ, അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും ഇത് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പോർഷൻ. ഇപ്പോൾ പുതുക്കി പണിഞ്ഞതാണ് കേട്ടോ. ഇത് കായലും കടലും ഒക്കെ ചേരുന്നൊരു പോർഷനാണ് നമ്മൾ ഈ ഒരു പുഴിക്കര ദേവീക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു വ്യൂ ഇപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും. ശിവുന് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട്. ശിവു ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഒട്ടുമിക്ക റീൽസിലും വന്നിട്ടുണ്ട് ഈ ഒരു സ്പേസിനെ പറ്റിയിട്ട്. അപ്പം അവിടെ വന്ന് അതായത് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ കുറച്ച് സമയം നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആവും. അതായത് ബാക്കിൽ കോവിൽ, ഫ്രണ്ടിൽ കായൽ, കടലൊക്കെ ആയിട്ട്. പിന്നെ അതേ അന്നത്തെ വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ തിരിച്ച് പോകാൻ സമയം എടുത്തിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. വണ്ടിക്ക് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നമ്മൾ താമസിച്ചു. പിന്നെ എന്തായാലും താമസിച്ചത് കൊണ്ടിട്ട് നമ്മുടെ അവിടുത്തെ ഒരു ക്ലബിൻ്റെ മേളമൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതേ പോവുകയാണ്. ഇത് അവിടത്തേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ലെഫ്റ്റ് പോർഷനാണ്. ഇന്നലെ ഞാൻ റൈറ്റ് പോർഷൻ മാത്രമല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ലെഫ്റ്റ് പോർഷനാണ്. ഇതേ പരവൂർ ബസ് സ്റ്റാൻഡിലാണ് എല്ലാ മേളക്കാരും വന്ന് കൂടുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ ആണ്. ആ ഒരു നീല ഒരു കോമ്പിനേഷൻ കണ്ടു, ഒരു പച്ച കളർ, അത് ചേട്ടൻ ഞങ്ങളെ ഒരു ക്ലബിൻ്റെതാണ്. ആ തോർത്തും കൊണ്ട് പോകുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ അതേ ഫ്ലോട്ടും കാര്യങ്ങളെല്ലാം ഇനിയും ഉണ്ട് കേട്ടോ. മേളക്കാരും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഇനിയും ഉണ്ട്. ഞങ്ങളങ്ങനെ എന്തായാലും കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ടിട്ട് ഇത്രയെങ്കിലും കാണാൻ പറ്റി. പക്ഷേ ഫുള്ള് നിന്ന് കാണാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് പോകണം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട്. പിന്നെ വാവയ്ക്കൊരു ദോശ വാങ്ങിച്ചു കൊടുക്കാൻ കടയിൽ കയറിയതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് വേറെ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തു. എന്നിട്ട് അവൾ കിടന്നുറങ്ങി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ബൈ.